ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. വേപ്പില കട്ടിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പുളിയും ഉണക്കമുളകും കുറച്ച് തേങ്ങയുമാണ്. 1 കപ്പ് കറിവേപ്പിലയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ ഞാനിവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നാല് ഉണക്കമുളകാണിപ്പോൾ ചേർത്തത്. കുറച്ച് പുളിയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം തേങ്ങ ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാനിപ്പോൾ ചേർത്തത്. അപ്പോൾ തേങ്ങ കൂടുതൽ വറുത്ത് ചുവപ്പ് നിറമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ വേപ്പിലക്കട്ടി വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ ചമ്മന്തിപ്പൊടി പോലെ തന്നെ ഇത് കൂടുതൽ ദിവസം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഞാൻ അതേ പാൻ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ എണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കറിവേപ്പില കട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. കുട്ടികൾക്കും ഒക്കെ ഇത് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതിവിടെ ഏകദേശം നന്നായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരുവമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു വരണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കറിവേപ്പിലയും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. 2 നുള്ള് കായം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ നന്നായിട്ട് ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വേപ്പിലക്കട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ അധിക ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.